നമസ്കാരം. ശംഖുപുഷ്പം ഉപയോഗിച്ച് ചായയും ജ്യൂസും ഒക്കെ ഉണ്ടാക്കി കുടിക്കാറുണ്ട് നമ്മൾ. എന്നാൽ ശംഖുപുഷ്പത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇന്ത്യയിലെ മറ്റ് സ്ഥലങ്ങളിൽ അപരാജിത എന്ന പേരിലും അറിയപ്പെടുന്ന ശംഖുപുഷ്പം ഇംഗ്ലീഷിൽ ഏഷ്യൻ പീജിയൻ വിങ്സ്, ബ്ലൂ വിലിൻ, ബ്ലൂ പീ, ബട്ടർഫ്ലൈ പീ, കോർഡോഫാൻ പീ, ഡാർവിൻ പീ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. ഇതിൻ്റെ ശാസ്ത്രീയ നാമം ക്ലിറ്റോറിയ ടെർനേറ്റ എന്നാണ്. ആയുർവേദത്തിൽ മാനസിക രോഗങ്ങൾക്കുള്ള മരുന്നായി ശംഖുപുഷ്പം ഉപയോഗിക്കുന്നുണ്ട്. ഇന്തോനേഷ്യയിലും മലേഷ്യയിലുമാണ് ഇവയുടെ ഉത്ഭവം എന്ന് വിശ്വസിക്കപ്പെടുന്നു. വള്ളിച്ചെടിയായി വളരുന്ന ശംഖുപുഷ്പം നീല, വെള്ള എന്നിങ്ങനെ രണ്ടിനമുണ്ട്. ശംഖുപുഷ്പത്തിൻ്റെ പച്ചവേര് വെണ്ണ ചേർത്ത് രാവിലെ വെറും വയറ്റിൽ പതിവായി കഴിച്ചാൽ കുട്ടികൾക്ക് ബുദ്ധിശക്തി, ധാരണാശക്തി എന്നിവ കൂടും എന്ന് വിശ്വസിക്കുന്നു. ശംഖുപുഷ്പത്തിൻ്റെ വേരിന് മൂർഖൻ പാമ്പിൻ്റെ വിഷം നിർവീര്യമാക്കാൻ ശക്തിയുണ്ട് എന്നും പറയപ്പെടുന്നു. നീല ശംഖുപുഷ്പത്തിൻ്റെ ചെടി കഷായം വെച്ച് കുടിച്ചാൽ ഉന്മാദം, ശ്വാസകോശ രോഗം, ഉറക്കമില്ലായ്മ എന്നിവ കുറയ്ക്കുന്നതാണ്. ഇതിൻ്റെ വേര് പശുവിൻ പാലിൽ അരച്ചു കലക്കി വയറിളക്കാൻ ഉപയോഗിക്കാറുണ്ട്. തൊണ്ടവീക്കം ഇല്ലാതാക്കാനും ഇതിൻ്റെ വേര് ഉപയോഗിക്കുന്നു. മാത്രമല്ല പനി കുറയ്ക്കാനും ശരീരബലമുണ്ടാകാനും മാനസിക രോഗ ചികിത്സയ്ക്കും ശംഖുപുഷ്പം എന്ന ഔഷധ സസ്യം ഉപയോഗിക്കുന്നു. ഒരു കപ്പിന് 3-4 ശംഖുപുഷ്പം ഇട്ട് തിളപ്പിച്ച വെള്ളം കട്ടൻ ചായ പോലെ ഉന്മേഷദായകമായ ഒരു പാനീയമായി ഇപ്പോൾ കരുതുന്നുണ്ട്. ശംഖുപുഷ്പം എടുക്കുമ്പോൾ അതിൻ്റെ അടിഭാഗത്തുള്ള ഞെട്ട് കളഞ്ഞ് ഇതളുകൾ മാത്രം എടുക്കാനായി ശ്രദ്ധിക്കുക. പഞ്ചസാര ചേർക്കാതെ കുടിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഓർമ്മശക്തിയും തലച്ചോറിൻ്റെ പ്രവർത്തനവും മെച്ചപ്പെടുത്താൻ ഇത് സഹായിക്കുമെന്നും ഗ്ലൂക്കോസിൻ്റെ ആഗിരണത്തെ നിയന്ത്രിച്ച് ടൈപ്പ് 2 പ്രമേഹം നിയന്ത്രിക്കുന്നതിൽ ഉപകരിക്കുമെന്നും അർബുദ സാധ്യത കുറയ്ക്കുമെന്നും ചില പഠനങ്ങൾ പറയുന്നു. ശംഖുപുഷ്പത്തിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കിയല്ലോ. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്